ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ ഗീതുവും മേഡവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മേഡം കൃത്യമായിട്ട് ഗീതുവിന് പിടികൊടുക്കുന്നില്ല കേട്ടോ. എന്താണ് ഏതാണെന്നൊന്നും പറയണില്ലേ. ഗീതുവിന് അന്നേരം ഒരു നിരാശയുണ്ട്. പക്ഷേ ഗീതു അതൊന്നും കാര്യമാക്കിയില്ല. അങ്ങനെ ഗീതുവും മേഡവും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ ആരാണെന്ന് ഗീതുവും തന്നെ കണ്ടുപിടിക്കണമെന്ന് വീണ്ടും വീണ്ടും മേഡം ഇങ്ങനെ പറയാം. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗീതു അങ്ങ് പോന്നു. മേഡം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. അതിനുശേഷം എന്നെ കാണിക്കുന്നത് ഗോവിന്ദനെ കേട്ടോ. ഗോവിന്ദ് ഇങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചിട്ട് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ഭയങ്കര ടെൻഷനോട് കൂടി. അപ്പോൾ ഗീതു റൂമിലേക്ക് വന്നപ്പോൾ ഗോവിന്ദ് സാർ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്നതാണ് കാണുന്നത്. ആ സമയത്ത് സാർ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു. കിഷോറിൻ്റെ മുൻപിൽ സാർ എന്നെ ഒരു മഹാറാണിയാക്കിയെന്നും സാറിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് അവനെ വെറും ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരയ്ക്കാൻ എനിക്ക് കഴിഞ്ഞതെന്നും ഗീതു ഗോവിന്ദിനോട് പറയാം. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നൊക്കെ ഗീതു വന്ന് പറഞ്ഞപ്പം കണ്ണേട്ടൻ വിളി മാറി ഞാൻ വീണ്ടും തൻ്റെ സാറായോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് രാധിക പറന്നു വന്നു ഇവരുടെ ഇടയിലുള്ള സംസാരം എന്താണെന്ന് കേൾക്കാൻ. ആ സമയത്ത് ഗീതു ഇങ്ങനെ വല്ലാതായിട്ട് നിൽക്കും കേട്ടോ. പെട്ടെന്ന് രാധിക എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുന്നു. നന്ദിയൊന്നും പറയണ്ട, നിന്റെ നാടകം തുടരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ പറയുന്നു. ഓ അതല്ലല്ലോ, ചിലപ്പോൾ ഇതാവും അടുത്ത നാടകം അല്ലേ. എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന സംഗീത ബാലയ്ക്ക് ശേഷം ഗീതാഞ്ജലി തിയേറ്റേഴ്സ് അഭിമാനപൂർവ്വം കാഴ്ചവെക്കുന്നു സാറിനോട് നന്ദി എന്ന പുത്തൻ പുതിയ സൗഹൃദ നാടകം എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് രാധിക വളരെ ഹാപ്പിയായിട്ട് കൈയൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ ഗീതു സാർ എന്നെ ഇങ്ങനെ കളിയാക്കരുതെന്നും സാർ എന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണെന്നും ഗീതു പറഞ്ഞു. എന്നാലും എന്നോടുള്ള ആ പഴയ സൗഹൃദം സാറിൻ്റെ ഉള്ളിലുണ്ട് എന്ന് എനിക്കറിയാമെന്ന് നമ്മുടെ ഗീതു. പിന്നെ എന്ന് രാധിക. അതുകൊണ്ടല്ലേ കിഷോറിനെ തകർക്കാൻ സാർ എനിക്കൊപ്പം നിന്ന് തന്നത് എന്നിങ്ങനെ ചോദിച്ചപ്പം അവിടെ നിനക്ക് തെറ്റി. ചതി ആര് ചെയ്താലും പൊറുക്കാത്തവനാണ് ഈ ഗോവിന്ദ് മാധവ്. കിഷോറിനെ തകർക്കാൻ നിന്നെ ഒരു ടൂളാക്കുന്നത് അവനോട് എനിക്കുള്ള കലിപ്പ് തീർക്കാനാണെന്ന് നമ്മുടെ ഗോവിന്ദ് ഗീതുവിനോട് പറയാം. ആ കലിപ്പ് വന്നത് എന്നോടുള്ള സൗഹൃദത്തിൽ നിന്നല്ലേ എന്ന് ഗീതു ചോദിച്ചപ്പോൾ അല്ല, നിന്നെ എൻ്റെ തലയിൽ കെട്ടിവെച്ച് തന്നതിൽ അതാണ് എനിക്ക് അവനോടുള്ള കലി എന്നൊക്കെ ഗോവിന്ദ് പറയുന്നു. ആസ്വദിക്കാൻ രാധിക അവിടെ നിന്ന് ഇതൊക്കെ കണ്ടും കേട്ടു. അവൻ ചെയ്തതുപോലെ എനിക്ക് വേറെ ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, കോടതി കയറി ഇറങ്ങണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുമ്പം സാറ് ഇതൊക്കെ വെറുതെ ജയിക്കാൻ വേണ്ടി പറയുന്നതാണെന്നൊക്കെ എനിക്കറിയാം, നമ്മൾ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റവും ഇല്ലയെന്ന് ഗീതു വീണ്ടും വീണ്ടും ഗോവിന്ദനോട് തറപ്പിച്ച് പറയുന്നു. പിന്നെ ഇന്ന് ക്യാബിനിൽ വെച്ച് ഞാൻ കിഷോറിനോട് എന്തൊക്കെ ചെയ്തു എന്ന് സാറിന് അറിയണ്ടേന്ന് ചോദിച്ചു. വേണ്ട, പക്ഷെ എനിക്ക് പറയണം എന്ന് പറഞ്ഞപ്പോൾ വേണ്ടെന്നല്ലേ പറഞ്ഞത്. ദേ സത്യം പറ, സാറിൻ്റെ ടൂളായ ഞാൻ കിഷോറിനെ എങ്ങനെ തകർത്തു എന്ന് അറിയാൻ സാറിന് ആഗ്രഹമില്ലേ എന്ന് ഗീതു ചോദിച്ചു. ഓ അവിടെ നടന്നതൊക്കെ ഞാൻ CCTVയിലൂടെ കണ്ടു എന്ന് നമ്മുടെ ഗീതുവിനോട് ഗോവിന്ദ് അന്നേരം പറയുക. അപ്പോഴേക്കും ഗീതു ഓ അപ്പം അങ്ങനെയാണല്ലേ, അപ്പം ഞാൻ കിഷോറിനെ സഹായിക്കുന്നുണ്ടോ എന്നറിയാനാണ് നിങ്ങൾ അവനെ എൻ്റെ ക്യാബിനിലേക്ക് കൂട്ടുവിട്ടതല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പം അനാവശ്യം പറയരുതെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ മേൽ സ്പൈ വർക്ക് ചെയ്തതാണ് അനാവശ്യം അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഗീതു. ഞാൻ സ്പൈ വർക്ക് ചെയ്തെങ്കിൽ അത് നിൻ്റെ കയ്യിലിരിപ്പുണ്ടല്ലേടി, എൻ്റെ കയ്യിലിരിപ്പിന് എന്താ കുഴപ്പം? നിൻ്റെ കയ്യിൽ കുഴപ്പം മാത്രമേ ഉള്ളൂ ഗോവിന്ദ്, ആണോ? എങ്കിൽ പറ, ഞാൻ കാട്ടി ഒരു കുഴപ്പമെങ്കിലും പറയാൻ പറഞ്ഞു ഗീതു. രാധിക നിന്ന് ചിരിക്കുക. ഇവർ വീണ്ടും വഴക്കടിച്ച് തുടങ്ങി. ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ എന്ന് രാധിക അവിടെ നിന്ന് ചിന്തിക്കുക. ഈ സമയം ആസ്വാദനത്തിൻ്റെ അങ്ങേയറ്റത്താണ് രാധിക. അപ്പോൾ ഗീതു പറ, ഒരു കുഴപ്പമെങ്കിലും പറ, ഞാൻ വെല്ലുവിളിക്കുകയാണെന്ന് പറഞ്ഞു. പ്രകൃതാഗമങ്ങളുടെ മരുമകൻ അവനാണെന്ന് നീ എന്നോട് പറയാത്തതെന്ന് വലിയ കുറ്റമല്ലേ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോകുന്നു എന്ന് രാധികയ്ക്ക് മനസ്സിലായി. കാരണം എല്ലാം ഗീതു പറയാൻ വോയിസ് നോട്ട് അയച്ചതാണ്. ഈ പൊട്ടിക്കാളിയല്ലേ അത് ഓഫ് ചെയ്തത്, ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ ഗോവിന്ദ് അവിടെ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നു. അപ്പോഴേക്കും ഞാൻ പറയാൻ വന്നപ്പോഴൊന്നും നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ, എന്നെ ആട്ടി അകറ്റുകയല്ലേ ചെയ്തത്. വൈകിയാണെങ്കിലും ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ ഈ കാര്യം അറിഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ സംഗതി കുഴപ്പമാവും. അവളുടെ മൊബൈൽ കാണിച്ചാൽ ഇവള് മെസ്സേജ് അയച്ചെന്ന് കണ്ണന് മനസ്സിലാകുമല്ലോ, കളി കാര്യമാകുമല്ലോ. സ്വാഭാവികമായും അത് ഡിലീറ്റ് ചെയ്തത് ഞാനാണെന്ന് അവന് തോന്നുമല്ലോ. അപ്പം നീ എന്ത് പറഞ്ഞെന്നാണ് ഈ പറയുന്നത്? നീ കിഷോറിൻ്റെ കാര്യം എന്നോട് പറഞ്ഞിട്ടേ ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് ഇതിങ്ങനെ പറഞ്ഞപ്പോഴേക്കും കള്ളം പറയുന്നോ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോഴേക്കും രാധിക എന്താ കുട്ടികളെ നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുന്നതെന്ന് ചോദിച്ചു പറന്ന് അങ്ങോട്ടേക്ക് കയറി ചെന്നു. എന്നുള്ള ഈ ഒരു ബഹളം ഒഴിവാക്കാനും അതുപോലെ തന്നെ മനസമാധാനം കെട്ടുവാനും ഗീതു ഈ റൂമിൽ നിന്ന് മാറണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. എന്താ അത് തെറ്റായിപ്പോയോ? കോടതി ഒരു തീരുമാനം എടുക്കുന്നത് വരെ നിങ്ങൾ എന്തിനാ ഈ കുടുംബത്തിൻ്റെ സ്വൈര്യം കെടുത്തുന്നത് എന്ന് ചോദിച്ചപ്പം എൻ്റെ മുറിയിൽ വന്ന് വഴക്കിട്ടത് ഇവളമ്മയെന്ന് പറഞ്ഞു ഒരു ഗോവിന്ദ്. നിങ്ങൾ രണ്ടുപേരുടെയും നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ഗീതൂടെ നിന്ന് താമസം മാറ്റിയേ പറ്റൂ പ്ലീസ്. ഇത് ഈ അമ്മയുടെ അപേക്ഷയാണെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുമ്പം അരുത്
അമ്മ അമ്മ എന്നെ നോക്കി കൈ കൂപ്പരുത് എന്ന് ഗീതു. പുള്ളിക്കാരി അന്നേരം നോക്കുക ശരിയാണല്ലോ എന്നുള്ളൊരിതിൽ. അമ്മയ്ക്ക് സ്വസ്ഥത വേണം എന്ന് എനിക്കറിയാം. പിന്നെ ഈ പ്രായത്തിൽ ഒരമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മനസ്സമാധാനമാണെന്നും എനിക്കറിയാം. ഞാൻ അതിനൊരു തടസ്സമാണെന്ന് എനിക്ക് ബോധ്യമായി. സോറി അമ്മ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ തട്ടി വിടുക കേട്ടോ. ഗീതു എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകാൻ നോക്കാം. ഇനി ഞാനും അമ്മയും ഒരുമിച്ച് കഴിഞ്ഞാലേ ഒട്ടും ശരിയാവില്ലമ്മേ. അതുകൊണ്ട് ഒരു തീരുമാനം നമുക്കങ്ങ് എടുക്കാം എന്ന് ഗീതു പറയണം. കണ്ണേട്ടൻ്റെ അഭിപ്രായവും അത് തന്നെയല്ലേ എന്നിങ്ങനെ ചോദിച്ചപ്പം ഇവൾ കണ്ണേട്ടാന്ന് വിളിച്ച് തുടങ്ങിയാൽ എന്താ പണി വരുന്നുണ്ടെന്നാ അർത്ഥം. എന്തായിരിക്കോ എന്തോ എന്നൊക്കെ ഗോവിന്ദ് ഇങ്ങനെ അവിടെ നിന്ന് ചിന്തിക്കുക കേട്ടോ. ഈ സമയം കണ്ണേട്ടനൊന്നും എന്താ ഒന്നും മിണ്ടാത്തതെന്ന് ചോദിച്ചപ്പം എന്നൊക്കെയുള്ള രീതിയിൽ തലയാട്ടോ ഗോവിന്ദ്. അതിനർത്ഥം മനസ്സ് മാറ്റുന്നത് അല്ലെങ്കിൽ താമസം മാറ്റുന്നത് കണ്ണേട്ടനും ഇഷ്ടമാണെന്ന് ഉള്ളത് തന്നെയല്ലേ എന്ന് ചോദിച്ചു. പോട്ടെ അമ്മേ, അമ്മ ഉടനെ അങ്ങ് താമസം മാറ്റിക്കോ അമ്മേ എന്ന് രാധികയോട് നമ്മുടെ ഗീതു. അപ്പം ഗോവിന്ദന് ചിരി വന്നു. എന്നും പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ അന്താളിച്ച് നിൽക്കും. അപ്പോഴത്തേക്കും രാധിക പിടിച്ചൊരു തള്ളും തള്ളി. അതെ കണ്ണേട്ടാ, ചെമ്പകമുക്കിൽ നമ്മൾ മേടിച്ച സ്ഥലത്ത് പൊളിക്കാനിട്ടിരിക്കുന്ന ഒരു വീടില്ലേ, അമ്മ ആ വീട്ടിലേക്ക് താമസം മാറ്റിക്കോടെ കണ്ണേട്ടാ. നല്ല പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ്. പാമ്പുകളെ മാത്രം പേടിച്ചാൽ മതി എന്നൊക്കെ ഗീതു. അപ്പോഴേക്കും എന്നെ ആ കാട്ടുമുക്കിലേക്ക് മാറ്റാവുന്നൊന്നും നീ കരുതണ്ടെന്ന് രാധിക പറഞ്ഞു ഗീതുവിനോട്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ആശ്രമത്തിലേക്ക് മാറ്റിയാലോ? നാമം ജപിച്ചിരിക്കുമ്പോൾ മനസ്സിന് കൂടുതൽ സമാധാനം കിട്ടും അല്ലേ എന്നൊക്കെ ഗീതു ചോദിക്കാം. അപ്പോഴേക്കും കണ്ണാ ഇവള് പറയുന്നതൊക്കെ കേട്ട് നീ കണ്ണടച്ച് നിൽക്കുകയാണെന്ന് ചോദിച്ചു രാധിക. അപ്പോഴേക്കും ഗീതു കണ്ണേട്ടൻ്റെ അടുത്ത തീരുമാനം കണ്ണേട്ടനും അമ്മയ്ക്കൊപ്പം ആശ്രമത്തിലേക്ക് പോകുമെന്നുള്ളതായിരിക്കും അല്ലേ എന്നൊക്കെ ഗീതു ചോദിച്ചേ. അപ്പോഴേക്കും എന്ത് എന്നൊക്കെ ഓർത്ത് രാധിക ഇങ്ങനെ നിൽക്കുക. അത് കേൾക്കാനേ എനിക്ക് ത്രാണിയില്ല കേട്ടോ കണ്ണേട്ടാ, ഞാനത് കേൾക്കില്ല കേട്ടോ കണ്ണേട്ടാ, ഞാൻ പോയിട്ട് ഭാര്യധർമ്മം അനുഷ്ഠിക്കാൻ പിന്നെ വരാൻ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ഗീതു അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് രാധിക, ഈ അഹങ്കാരി ഇനി നിനക്ക് വേണമെന്ന് ചോദിച്ചു രാധിക ഗോവിന്ദനോട്. വേണ്ടെന്ന് തീരുമാനിച്ചതല്ലേ, ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് രാധികയോട്. അപ്പോൾ രാധിക ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കാം, ഏറ്റു എന്നുള്ളൊരിതിൽ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ ഗീതു ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുന്നു. കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുന്നു. കുറേ നേരമായി ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ കണ്ണേട്ടാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും കണ്ണാടിക്ക് അകത്തു നിന്ന് ഒരാളിങ്ങ് വന്നു. അതായത് നമ്മുടെ ഗീതുവിൻ്റെ മനസാക്ഷി. നീ ഇങ്ങനെ മനസ്സിൽ തൊട്ട് കണ്ണേട്ടാ എന്ന് വിളിക്കാൻ തുടങ്ങിയത് എന്നാണെന്ന് ചോദിച്ചു ഗീതുവിനോട്. എൻ്റെ പൊന്നോ, ഇനിയിപ്പോൾ അതിൻ്റെ മുള്ളിലും കുനിഷ്ട് കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെകഞ്ഞൊന്നും ചോദിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഗീതു. കണ്ണേട്ടൻ എന്ന് വിളിക്കാൻ ഒരു സുഖമില്ലേന്ന് ചോദിച്ചു ഗീതു. ഓമനിക്കാൻ തോന്നുന്ന ഒരു പേരല്ലേ അതെന്ന് ചോദിച്ചപ്പം അങ്ങനെയാണോ, അപ്പോൾ ഓമനിക്കാനുള്ള ഭാവമാണോ എന്ന് ഗീതുവിനോട് ചോദിക്കുന്നു. അല്ല, ഇതൊക്കെ ഇത്രയും നാളും എവിടെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു എന്ന് മനസാക്ഷി ചോദിച്ചപ്പം ഗീതു ചമ്മി നിൽക്കുക. അതെ, ഇത് തന്നെയാ കുഴപ്പം. ഞാൻ നാവ് പിഴച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അതിൽ കയറി അങ്ങ് പിടിച്ചോളണം. അല്ല, പേര് പോലെ ആളെയും മനസ്സിലായി പിടിച്ചോ എന്നൊന്നും അറിയാനായിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അതൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്താ അത് പറയാൻ ഇത്തിരി താമസം? അതെൻ്റെ കണ്ണിൽ നോക്കിയൊന്ന് പറയാവോ എന്നൊക്കെ ചോദിച്ച് മനസാക്ഷി ഇങ്ങനെ ഗീതുവിനെ വട്ടം കറക്കിക്കൊണ്ടേയിരിക്കാം. അപ്പം നീ ശരിക്കും ഗോവിന്ദനെ പ്രണയിച്ചു തുടങ്ങി എന്നിങ്ങനെയൊക്കെ പറഞ്ഞപ്പം അതെ, എൻ്റെ ഏട്ടൻ, എൻ്റെ കണ്ണേട്ടൻ. എൻ്റെ കണ്ണേട്ടനോ? കൊള്ളാലോ. അതെ, പറയുന്ന കാര്യം അങ്ങ് കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡയലോഗുകൾ ഇറക്കുമ്പം അത് പിന്നെ ആ വഞ്ചകന് എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കാൻ എത്തിച്ചു തന്ന ആ മനുഷ്യനെ കണ്ണേട്ട എന്ന് വിളിക്കുന്നതിൽ എന്താ അത്ര തെറ്റുള്ളത്? അതത് കിഷോറിൻ്റെ കാര്യം. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു ഉള്ളിലെ പ്രണയം മുഴുവൻ അങ്ങനെ നമ്മുടെ മനസാക്ഷിയായ ഗീതു ഒറിജിനൽ ഗീതുവിനോട് പറയുന്നു. ഇവർ തമ്മിലുള്ള സംസാരവും കാര്യങ്ങളും ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഗീതു പ്രണയത്തിലാണെന്ന് പറഞ്ഞത് കേട്ടോ, അനാവശ്യം പറയരുത് കേട്ടോ, ഞാൻ അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗീതു. പക്ഷേ ഒറിജിനലായിട്ടും നീ ഗോവിന്ദ് സാറിനെ പ്രണയിച്ച് തുടങ്ങി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. പൊട്ടിച്ചിതറുന്ന പ്രണയമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറേയൊക്കെ അങ്ങ് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മനസാക്ഷി അങ്ങ് പോയി. ഗീതു ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാൻ തുടങ്ങി. ശരിയായിരിക്കോ, ഞാൻ കണ്ണേട്ടനെ പ്രണയിച്ച് തുടങ്ങിയോ എന്നൊക്കെ. എന്നിട്ട് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ട് എങ്ങനെ ഇരിക്കുക, ചാഞ്ഞ് കിടക്കുന്നു, ചെരിഞ്ഞ് കിടക്കുന്നു, ഇരിക്കുന്നു, കമന്ന് കിടക്കുന്നു, തലേണ്ണ എടുത്ത് കെട്ടിപ്പിടിക്കുന്നു. ഗീതു അങ്ങനെയുള്ള ആലോചനകളെല്ലാം കാഴ്ചവെക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന അവർണികയാണ്. ചൂട് കാരണം ഒരു രക്ഷയില്ല, ഫാനൊന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ തീരെ ലോക്കലായിട്ട് ഇങ്ങനെ കിടക്കാൻ സാധിക്കാത്തൊരവസ്ഥ.
ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, നമ്മുടെ റൂമിലെങ്കിലും ഒരു AC ഫിറ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെക്ക് അവിടെ ഇരുന്ന് പറയുമ്പോഴേക്കും കിച്ചു അങ്ങോട്ടേക്ക് വന്നു. അവരുടെയൊക്കെ കുടിച്ച ഗ്ലാസ് എടുക്കാനായിട്ട്, ചായ കുടിച്ച ഗ്ലാസ് എടുക്കാനായിട്ട് കിഷോറിൻ്റെ അമ്മയും അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഇങ്ങനെ AC ഫിറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇത്രയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ AC ഒക്കെ വേണോ മോളെ എന്ന് അമ്മ ചോദിക്കുക. അപ്പോൾ അതെ, ഈ പ്രതിസന്ധി ഞാനുണ്ടാക്കി വെച്ചതല്ല, അമ്മയുടെ മോനായിട്ട് വരുത്തി വെച്ചതാണെന്ന് അവരുടെക്ക് അന്നേരം പറഞ്ഞു. കിച്ചു ഒന്നും മിണ്ടുന്നില്ല, തള്ള ചമ്മി പോവുകയും ചെയ്ത് ഒന്നും മിണ്ടാതെ പുള്ളിക്കാരി അങ്ങോട്ടേക്ക് അങ്ങ് പോയി. പുള്ളിക്കാരി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കിച്ചു ഇങ്ങനെ പല്ലൂർമ്മി പിടിച്ച് കലിപ്പ് കയറി അങ്ങനെ ഇരിക്കുക. ഇത് കണ്ട് അവർണിക ഇങ്ങനെ കിച്ചുവിനെ തന്നെ ശ്രദ്ധിക്കുന്നു. എന്താണ് മുഖം അല്ലാണ്ടിരിക്കുന്നത് എന്ന് അവർണിക അന്നേരം ചോദിച്ചു. AGM ഉദ്ദേശിച്ചതുപോലെ ഒരു സ്വീകരണം കിട്ടിയില്ലല്ലേ? മറ്റെന്തും ഞാൻ സഹിക്കും, പക്ഷേ ഗീതാഞ്ജലിയുടെ ജാട, എനിക്കത് കണ്ടിട്ടുണ്ടല്ലോ, സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞു. അതൊക്കെ ഗീതാഞ്ജലിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ, അപമര്യാദ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് മാന്യത കൊടുക്കാതെ എന്നുള്ള രീതിയിൽ നീ അവിടെ പെരുമാറിയിട്ടല്ലേ എന്ന് ചോദിച്ചു. ഗീതു അങ്ങനെ പെരുമാറിയത് മാത്രമല്ല പഴയൊരു കണക്കും അവർക്ക് നിന്നോട് തീർക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അമ്മയും പെങ്ങളും ഇങ്ങനെ മുഖാമുഖം നോക്കുക. അപ്പം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്ന റിലേഷൻ അങ്ങനെ ഇവൾ അറിഞ്ഞോ എന്ന് കിഷോർ ചിന്തിക്കാം. കിച്ചു മറന്നാലും ബാംഗ്ലൂരിൽ വെച്ച് അവർ നിനക്ക് വേണ്ടി കാത്തിരുന്നത് ഗീതാഞ്ജലിയുടെ മനസ്സിൽ ഇപ്പോഴും കാണുമെന്നുള്ള കാര്യം അവർണിക പറയുക. അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അന്ന് കാണാൻ വരാത്തത് കിഷോറിൻ്റെ ജാട കൊണ്ടെന്നാവും അവരൊക്കെ കരുതിയിരിക്കുന്നത്. എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞ് നിൽക്കുക അമ്മയും പെങ്ങളും. അതൊന്നും മനഃപൂർവ്വമല്ലെന്ന് നിനക്ക് പറയാമായിരുന്നല്ലോ എന്ന് കിച്ചു പറഞ്ഞപ്പോൾ പറയാതെ തന്നെ കിച്ചു അത്തരത്തിലുള്ള ഒരാളല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറയിപ്പിക്കണമായിരുന്നു. അവരുടെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ ഇനി അതേ ഉള്ളൂ മാർഗം. കാരണം പണിയെടുത്ത് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാൻ ഞാനും സഹായിക്കാം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പറഞ്ഞു അവർണിക. നീ എന്നെ വെറും സ്റ്റാഫായിട്ട് ഇപ്പം കാണുന്നതല്ലേ എന്ന് ചോദിച്ചു കിച്ചു. ആയിക്കോളാൻ പറഞ്ഞു. അവർണിക ഒന്നും മിണ്ടുന്നില്ലേ. പക്ഷേ ആരുടെയും സഹായമില്ലാതെ ഗീതുവിൻ്റെ ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് ഞാൻ നാളെ തന്നെ കൊടുക്കുമെന്ന് കിച്ചു വെല്ലുവിളിക്കുന്നു. ഗീതുവോ? ഏത് ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമോ? അപ്പോഴത്തേക്കും കിച്ചു, അത് പിന്നെ ഗീതാഞ്ജലി മേഡം. അതോ എന്താ നീ അവളൊക്കെ ഒരു പേരൊക്കെ വിളിക്കുന്നത്? നിന്റെ പഴയ കാമുകി വല്ലതാണ്, അതെയോ പഴയ വല്ല ക്രഷും ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഫ്രണ്ടെന്ന് പറഞ്ഞ ഫ്രണ്ട്, അത്രേ ഉള്ളൂ. എനിക്ക് ഒരു പെണ്ണിനോടെ ക്രഷ് തോന്നിയിട്ടുള്ളൂ, അത് നീയാ. അതെൻ്റെ ഭാര്യ ആവുകയും ചെയ്തു. ദേ കൂടുതൽ ഇവിടെ ഇരുന്ന് ഉരുളല്ലേ. വേറെ പെണ്ണുങ്ങളോടും ബന്ധമോ അല്ലെങ്കിൽ പ്രണയമോ ഒന്നും ഇല്ല എന്നുള്ളതാണ് നിൻ്റെ ക്വാളിറ്റി, മനസ്സിലായല്ലോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ എൻ്റെ മറ്റൊരു മുഖമായിരിക്കും നീ കാണേണ്ടി വരുന്നതെന്നുള്ള കാര്യം കിച്ചുവിനോട് അങ്ങ് പറഞ്ഞു. കിച്ചു അതൊക്കെ കേട്ട് പേടിച്ച് പറിച്ചിങ്ങനെ ഇരിക്കുക. പണി കിട്ടി എന്നുള്ളൊരിതിൽ. അപ്പോഴേക്കും അമ്മ കയറി വന്ന് ഈ പ്രശ്നം മാറ്റിവിടാനായിട്ട് ശ്രമിക്കുന്നത്, വിഷയം മാറ്റാനായിട്ട്. അപ്പോൾ അതേ കിച്ചുവിനെ അവിടെ ഇരുത്തി വീണ്ടും അവർണിക പൊളിച്ചെടുക്കാനായിട്ട് അങ്ങ് തുടങ്ങി. നിൻ്റെ ജോലി നീ ഓർത്തോളം, അതോർത്തോളം ഇതോർത്തോളം എന്ന് പറഞ്ഞു. അവർക്ക് കൂടി കൊടുക്കാനുള്ള വരുമാനമൊന്നുമില്ല, അതുകൊണ്ട് നിൻ്റെ അമ്മയോടും അതുപോലെ തന്നെ പെങ്ങളോടും അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാൻ പറഞ്ഞോണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങ് നമ്മുടെ അവർണിക പറയാം. അതുകൊണ്ട് മര്യാദയ്ക്ക് നിന്നാൽ മതി എന്നൊക്കെ. അങ്ങനെ അമ്മയും പെങ്ങളെയും അകത്തേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ കയറി പോയി കഴിഞ്ഞ് മുറിയിൽ ചെന്നിരുന്ന് കരച്ചിലങ്ങ് തുടങ്ങി അമ്മ കരയാൻ തുടങ്ങിയപ്പോൾ മകൾ ചെന്ന് അമ്മയെ സമാധാനിപ്പിക്കുക. അപ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി ഗതി കെട്ട് നമ്മുടെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് നമ്മളെ ഭരിക്കാൻ വന്നാൽ സമ്മതിച്ചു കൊടുക്കരുതെന്ന് പറയുകയാണ് ശ്രീജ. കിഷോർ കാണിച്ച അബദ്ധം കൊണ്ടല്ലേടി നമ്മൾ ഇതൊക്കെ സഹിച്ചു കൊടുക്കേണ്ടി വരുന്നതെന്ന് ചോദിച്ചു. കിഷോറേട്ടൻ ചെയ്തതിന് അമ്മ വേണമെങ്കിൽ സഹിച്ചോ, പക്ഷേ നമ്മൾ അവർണികേച്ചിയുടെ പണിക്കാരിയാണെന്നുള്ള അഹങ്കാരം ഞാൻ നടത്തി കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് കിച്ചു അങ്ങോട്ടേക്ക് വരുന്നത്. പതുക്കെ പറയാൻ പറഞ്ഞു. ദേ അവർണിക എങ്ങാനും കേട്ട പിന്നെ അത് മതി ഭൂകമ്പം ഉണ്ടാകാനെന്ന് പറഞ്ഞപ്പം നീ എത്ര നാൾ അവിടെ പേടിച്ച് ജീവിക്കുമെന്ന് ചോദിച്ചു. തലയെടുത്ത് കഷത്തിൽ വെച്ച് കൊടുത്തു പോയില്ലെന്ന് ചോദിച്ചപ്പം ഞങ്ങൾ അവർണികേടത്തിയുടെ വേലക്കാരി ആവണം എന്നാണ് ഏട്ടൻ പറയുന്നതെന്ന് ചോദിച്ചപ്പം കുറച്ച് നാൾ ഇച്ചിരി മയത്തിലൊക്കെ നിൽക്കും, അപ്പോഴേക്കും എന്തെങ്കിലും പോംവഴി ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നാലും അവർണികേച്ചിയുടെ അടിമയായി നിൽക്കാനൊന്നും ഞങ്ങളെ കിട്ടില്ലെന്ന് ശ്രീജ കിഷോറിൻ്റെ മുഖത്ത് നോക്കി പറയുകയും ചെയ്തു. അപ്പോൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർണിക എന്നെ ഉറപ്പായിട്ട് തട്ടിക്കളിക്കും. മാത്രമല്ല ഗീതു ഉപ്പനെ തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഓഫീസിൽ ചെന്നാലും അവളുടെ പൊങ്ങച്ചം കാണണം. ഇതെല്ലാം കൂടി ഞാൻ സഹിക്കുന്നില്ല, പിന്നെ നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ മോനെ ഇതെന്താടാ ഇതെന്നൊക്കെ ചോദിച്ചാൽ അമ്മ സങ്കടപ്പെട്ട് ചെല്ലുക. അപ്പോൾ ഈ അവസ്ഥയൊക്കെ മാറും അമ്മ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. എങ്ങനെ മാറും? ഏട്ടൻ കാരണം നഷ്ടപ്പെടുത്തേണ്ടി വന്ന 250 കോടി രൂപയുടെ കാര്യമാണ് അവർണികേച്ചി എപ്പോഴും പറയുന്നത്. ഈ കടം വീട്ടാതെ ഏട്ടനൊരു മോചനം ഉണ്ടാകില്ല എന്ന് തറപ്പിച്ച് പറയുവാണ് അനിയത്തി. 1 കോടിയെന്ന് പറഞ്ഞാൽ തന്നെ 100 ലക്ഷം രൂപയാ. അപ്പോൾ 209 കോടിയെന്ന് പറഞ്ഞാൽ എത്ര ലക്ഷമാടാ? നീ ഒരു 10 ജന്മം നോക്കിയാലും ഈ കടം വീട്ടാൻ പറ്റില്ലെന്ന് അമ്മ മകനോട് പറഞ്ഞപ്പോഴും കിച്ചു ഇങ്ങനെ തല കുമ്പിട്ട് നിൽക്കുന്നു. ഇനി മരിക്കുന്നത് വരെ അവളുടെ ഭാര്യ
മരിക്കുന്നത് വരെ നിൻ്റെ ഭാര്യയുടെയും അവളുടെ അച്ഛൻ്റെയും അടിമയായിട്ട് ജീവിക്കാനും നിൻ്റെ വിധിയെന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഈ വീട്ടിൽ കഴിഞ്ഞോളാം. ഏട്ടൻ ഭാര്യയും കൂട്ടി വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാൻ പറഞ്ഞു ശ്രീജ. അപ്പം അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിച്ചു ഇങ്ങനെ ആകെ വല്ലാതായിട്ട് നിൽക്കും, എന്ത് ചെയ്യുമെന്ന് ഓർത്തിട്ട്. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ മേഡത്തിനെയാണ്. അപ്പം മേഡം വണ്ടിയിൽ ഇങ്ങനെ വരുന്നു, ഗീതുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ഗീതു എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വീട്ടിലുണ്ട് മേഡം. അല്ലാണ്ട് എവിടെ പോകാനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ മറന്നുപോയോ എന്ന് ചോദിച്ചു. ആ പിന്നെ മാം ഇന്ന് എവിടെയോ പോകുന്നു, ഞാനും കൂടെ വരണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? മാം ലൊക്കേഷൻ അയച്ചു തരുന്നതും കാത്ത് ഞാൻ റെഡി ആയിട്ട് ഇവിടെ നിൽക്കുകയാണെന്ന് പറഞ്ഞു. ഞാനേ ഉടനെ ആ സ്ഥലത്തെത്തും, അവിടെ എത്തിയിട്ട് ഇത് അയച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മേഡത്തിൻ്റെ സെക്രട്ടറി കാര്യങ്ങളെല്ലാം ചോദിച്ചു. കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് ഈ സോഫ്റ്റ്വെയറുമായിട്ട് ആ ഒരു ചില കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ഉണ്ട്. അപ്പോൾ സാന്ദ്ര അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും അവൾക്ക് ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ആ വീട്ടുമുറ്റത്തേക്ക് വരുന്നു. ആ വീട്ടുമുറ്റത്ത് കാലെടുത്ത് വെച്ചു, സന്തോഷത്തോടെ പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് അവിടുത്തെ ജോലിക്കാരും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കണ്ണ് നിറഞ്ഞ് സന്തോഷം കൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ വിജയലക്ഷ്മി മേഡത്തിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.